നമസ്കാരം. 1977 എന്താണ് സംഭവിച്ചത്? തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ CPM RSS സഹകരണം ഉണ്ടായിട്ടുണ്ടെന്ന് ജനസംഘം നേതാവും BJP മുൻ സംസ്ഥാന പ്രസിഡന്റുമായ കെ രാമൻപിള്ള പറയുമ്പോൾ അത് CPMന് എതിരാകുന്നു. RSS ബന്ധം സംബന്ധിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രസ്താവന വിവാദമായതോടെയാണ് രാമൻപിള്ള പ്രതികരണവുമായി എത്തിയത്. ഗോവിന്ദൻ പറഞ്ഞത് ശരിവെച്ച അദ്ദേഹം അത്തരമൊരു സഹകരണത്തിന് കേരളത്തിലെ CPM നേതാക്കളുമായി ചർച്ച നടത്തിയത് താനാണെന്നും വിശദീകരിച്ചു. 1977 തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ഒരുമിച്ച് പോകണമെന്ന നിർദ്ദേശം CPMന്റെ ഭാഗത്തു നിന്നുണ്ടായി. RSSും ജനസംഘവുമെല്ലാം ഇതിന് സന്നദ്ധമായിരുന്നു. അടിയന്തരാവസ്ഥയ്ക്കെതിരെ സമരം ചെയ്ത പാർട്ടികൾ മത്സരിക്കുകയാണെങ്കിൽ അവരുടെ സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കാം എന്നതായിരുന്നു അന്ന് ജനസംഘത്തിന്റെ നിലപാട്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളായാലും സംഘടനാ കോൺഗ്രസ് ആയാലും ഇതേ നിലപാട് സ്വീകരിക്കാനായിരുന്നു തീരുമാനിച്ചത്. ഇക്കാര്യം CPM നേതാക്കളെ അറിയിക്കാൻ തന്നോട് ആവശ്യപ്പെട്ടു. ദേശാഭിമാനി ഓഫീസിൽ പോയി P. ഗോവിന്ദപിള്ളയെ കണ്ട് ഇക്കാര്യം അറിയിച്ചു. CPM നേതാക്കളെ അറിയിക്കാൻ അദ്ദേഹത്തോടാണ് പറഞ്ഞത്. ഇതനുസരിച്ച് സഹകരിക്കാൻ CPMും തയ്യാറായി. സന്തോഷത്തോടെയാണ് ഇത് CPM സ്വീകരിച്ചത്. ആദ്യമായിട്ടാണ് ഇത്തരമൊരു പിന്തുണ നൽകുന്നത്. പിന്നീട് ഇത്തരം പിന്തുണ ഉണ്ടായിട്ടില്ലെന്ന് രാമൻപിള്ള പറഞ്ഞു. 1977 ശേഷം ഒരിക്കൽ പോലും CPMുമായി ഒരിക്കലും സഹകരിച്ചിട്ടില്ല. വോട്ടെടുപ്പിന് മാസങ്ങൾക്ക് ശേഷം കണ്ണൂരും കാസർഗോഡുമായി സംഘടനകളും കൊലപാതകങ്ങളും നടന്നു. അതോടെ ഇരുകൂട്ടരും അകന്നുവെന്നും രാമൻപിള്ള പറഞ്ഞു. വോട്ട് വേണ്ട എന്ന് ആരും പറയില്ല എന്നാണ് സഹകരിച്ചു പോകുന്നതിനെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ PG സന്തോഷത്തോടെ പ്രതികരിച്ചതെന്നും രാമൻപിള്ള പറഞ്ഞു. 77 ശേഷം പിന്നീട് ഒരിക്കലും CPMുമായി സഹകരിച്ചിട്ടില്ലെന്നും രാമൻപിള്ള പറയുന്നു. RSSന്റെ രാഷ്ട്രീയ മുഖമായി 1951 മുതൽ 1977 വരെ നിലനിന്ന രാഷ്ട്രീയ കക്ഷിയാണ് ഭാരതീയ ജനസംഘം. അടിയന്തരാവസ്ഥ കഴിഞ്ഞ ഘട്ടം വന്നപ്പോൾ RSSുമായി ചേർന്നെന്ന് കഴിഞ്ഞ ദിവസമാണ് ഗോവിന്ദൻ പറഞ്ഞത്. അടിയന്തരാവസ്ഥ അർദ്ധഫാസിസത്തിന്റെ രീതിയായിരുന്നു. അപ്പോൾ മറ്റൊന്നും നോക്കേണ്ടതില്ല. യോജിക്കുന്നവരുമായിട്ടൊക്കെ യോജിച്ചു എന്നായിരുന്നു ഗോവിന്ദൻ പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമി മുമ്പ് LDFനെ പിന്തുണച്ചത് ഓർമ്മിപ്പിച്ചവരായിരുന്നു പ്രതികരണം. താൻ പറഞ്ഞത് സത്യസന്ധമായ കാര്യങ്ങളാണെന്നും അത് പറഞ്ഞാൽ വിവാദമാകില്ലെന്ന് ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. പക്ഷേ വിവാദമായതോടെ പ്രസ്താവനയിൽ നിന്ന് അദ്ദേഹം മലക്കമറിയുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് രാമൻപിള്ളയുടെ വെളിപ്പെടുത്തലും എത്തുന്നത്. RSSുമായല്ല ജനതാ പാർട്ടിയുമായിട്ടാണ് സഹകരിച്ചതെന്ന് LDF സ്ഥാനാർത്ഥി M. സ്വരാജ് പാർട്ടി സെക്രട്ടറിയെ തള്ളിയതോടെ പറഞ്ഞത് വളച്ചൊടിച്ചതാണെന്ന വിശദീകരണവുമായി MV ഗോവിന്ദൻ രംഗത്ത് വന്നിരുന്നു. വോട്ടെടുപ്പിന് തലേന്ന് MV ഗോവിന്ദൻ സത്യം വിളിച്ചു പറഞ്ഞത് മനഃപൂർവ്വമാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചിരുന്നു. BJP ഇത്തവണയും സഹായിക്കണമെന്ന പരസ്യമായ അഭ്യർത്ഥനയാണ് MV ഗോവിന്ദൻ നടത്തിയതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു വെച്ചു. അടിയന്തരാവസ്ഥ കാലത്ത് RSSുമായി സഹകരിച്ചിരുന്നുവെന്ന് തുറന്നു പറയുന്നത് വിവാദമായാലും പ്രശ്നമില്ലെന്ന് MV ഗോവിന്ദന്റെ പരാമർശത്തിൽ ആടിയുലയുകയാണ് CPM. RSSുമായി CPM സഹകരിച്ചിട്ടില്ലെന്നും അടിയന്തരാവസ്ഥ കാലത്ത് ജനതാ പാർട്ടിയുമായിട്ടാണ് ഇടതുപക്ഷം സഹകരിച്ചതെന്നും തിരുത്തി M. സ്വരാജ് രംഗത്ത് വരികയായിരുന്നു. RSS വോട്ട് ലക്ഷ്യമിട്ടുള്ളതാണ് ഗോവിന്ദന്റെ പരാമർശമെന്ന് ആക്ഷേപം ഉയർന്നതോടെയാണ് അങ്ങനെ താൻ പറഞ്ഞിട്ടില്ലെന്ന് MV ഗോവിന്ദൻ മലക്കമറിഞ്ഞത്. അടിയന്തരാവസ്ഥ കാലത്ത് ജനസംഘം ഉൾപ്പെടെ വിവിധ പാർട്ടികൾ ചേർന്ന് ജനതാ പാർട്ടി ആയതായിട്ടാണ് താൻ പറഞ്ഞതെന്നും RSSുമായി ഒരു കാലത്തും ബന്ധമില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ വടകരയിലും ബേപ്പൂരിലും EMSന്റെ കാലത്ത് RSSുമായി കോൺഗ്രസ് സഖ്യമുണ്ടാക്കിയിരുന്നുവെന്ന് ആരോപിച്ച് വിവാദത്തിൽ നിന്ന് തടിയൂരാനായിരുന്നു MV ഗോവിന്ദന്റെ ശ്രമം. അടിയന്തരാവസ്ഥ കാലത്ത് മാത്രമല്ല 89-ലും RSSുമായി CPM കൂട്ടുകൂടിയെന്ന് പ്രതിപക്ഷ നേതാവ് തുറന്നടിച്ചിട്ടുണ്ട്. അതേസമയം MV ഗോവിന്ദന്റെ പ്രസ്താവനയെ തിരുത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നത്. ഇതിനിടയിലാണ് CPM RSS സഹകരണം ശരിവെച്ച് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ രാമൻപിള്ള രംഗത്ത് വന്നത്. വിഷയത്തിൽ ഗോവിന്ദനെ തള്ളി CPIയും രംഗത്ത് വന്നിരുന്നു. 50 വർഷം മുമ്പ് സംഭവിച്ച രാഷ്ട്രീയത്തിൽ ചുറ്റിത്തിരിയാൻ CPI ഇല്ലെന്നും എന്ത് കാര്യം എപ്പോൾ പറയണമെന്നതിൽ പാർട്ടിക്ക് വ്യക്തതയുണ്ടെന്നും പറഞ്ഞ് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അതൃപ്തി പരസ്യമാക്കുകയായിരുന്നു. വിവാദം പാർട്ടിക്ക് പരിക്കേൽപ്പിച്ചതോടെ മുഖ്യമന്ത്രി വാർത്താസമ്മേളനം നടത്തി ഗോവിന്ദനെ തിരുത്തുകയും RSSനെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ച് പ്രതിരോധമൊരുക്കുകയും ചെയ്തു.